ഒരു തടസ്സത്തിൻ്റെ മതിൽ കണ്ടെന്ന് കരുതി നീ പേടിക്കൊന്നും ചെയ്യരുത്. ദാവീദ് പറയാ, എൻ്റെ ദീപത്തെ ഒന്ന് കത്തിക്കാവോ, മൺകുടങ്ങൾ ഉടയണം, അകത്തെ പന്തം വെളി വരണം. ഒരാമയും വരുന്നില്ല. ആ പന്തം വെളിയിൽ വന്നാൽ അടുത്തത് വിജയമാണ്. അതൊക്കെ സമയം ബൈബിൾ പഠിച്ച് കയറിയാലേ അറിയത്തുള്ളൂ. ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ടൊരു ദൂതൂടെ പറയാം. നിന്റെ മൺപാത്രം ഈ ദിവസങ്ങൾ ഉടയും. നിന്റെ അകത്ത് തമ്പുരാൻ കത്തിച്ചൊരു പന്തമുണ്ട്. ആ പന്തം വെളിയിൽ വരും. ഓ, തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. മുമ്പിൽ നിൽക്കുന്ന തടസ്സം കണ്ട് പേടിക്കരുത്. പ്രവചനം കേട്ടോ, എൻ്റെ മുമ്പിൽ മലകൾ വന്നാൽ എനിക്കെൻ്റെ ദൈവത്തെ അറിയാം, ആ മല അവൻ വഴിയാക്കി തരും. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ നീ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തടസ്സം നിന്നെ തകർക്കാനല്ല, ഒന്നുകിൽ നിന്റെ ദീപം ഇന്ന് കത്തിക്കും. എന്തിനാ? അതിനെ നീ ഓവർകം ചെയ്യും. അല്ലെങ്കിൽ നിന്റെ നാവിന് ബലം തരും. ഒരാർപ്പ് വിളി കൊണ്ട് ആ മതിൽ ഇല്ലായ്മപ്പെടുത്തി കളയും. അല്ലെങ്കിൽ നിനക്ക് പടന്നു കയറാനുള്ള അഭിഷേകം. കണ്ടോ 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 കണ്ടോ, നിന്നെ തകർക്കാൻ വെച്ചത് നിനക്ക് താങ്ങാകാൻ പോവുക. യേശുക്രിസ്തുവിന്റെ കല്ലറയുടെ മുമ്പിൽ വലിയ കല്ല് വെച്ച കണ്ടു നീ പേടിക്കൊന്നും വേണ്ട. അത് വെക്കാൻ അറിയെങ്കിൽ അത് ഉരുട്ടാൻ അറിയാവുന്ന ആള് മേളിൽ നിന്നിറങ്ങും. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാം, ഒരിക്കലും പുറത്തു വരാതെ വണ്ണം നിന്നെ അടച്ചു വെച്ചാലും അതിനെ ഉരുട്ടി മാറ്റാൻ കൃപയുള്ളവൻ മേളിൽ നിന്ന് വരും. എവിടൊക്കെയോ ചിലത് ഉരുണ്ടു മാറുന്നത് കാണുന്നു, ചിലത് തകർന്നു വീഴുന്നത് കാണുന്നു. നിന്നെ ഒതുക്കാനാ ചിലര് മതിൽ കെട്ടിയേ. പക്ഷെ ഇപ്പൊ ഒതുക്കാൻ കെട്ടിയ മതില് കെട്ടിയവന് വേനയായി. കാര്യം അതിന്റെ മണ്ടയ്ക്ക് കയറി പടന്നു നിൽക്കുക. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. നീ വാഹമിയോ വാടാൻ പോവുവല്ല, ഉണങ്ങാൻ പോവുവല്ല, പടരാൻ പോവുക. വിശ്വാസമുണ്ടോ? നീ മുകളിലേക്ക് പൊങ്ങിട്ട് നീ സൈഡിലോട്ട് പടരാൻ പോവുക. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ വെളിപ്പെടത്തക്കവണ്ണം നിനക്കൊരു കോട്ട കെട്ടിയാൽ, പൗലോസ് പറയാ, അതിടിക്കാൻ ദൈവസന്നിധി ശക്തി ഞങ്ങളുടെ മേലുണ്ട്. നിനക്ക് വേണ്ടി കോട്ട കെട്ടിയ പലരും ഇപ്പൊ കെട്ടു നിർത്തി മാറി നിൽക്കുക. കാരണം എന്താ? കെട്ടിയതെല്ലാം ഇടിഞ്ഞുപോയി, കെട്ടിയതെല്ലാം തകർന്നു പോയി. എരീഹോ ഇടിച്ചപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇനി ആരേലും അതിൻ്റെ വാതിൽ വെച്ച ദൈവം പൊളിച്ചാൽ പിന്നെ ഒരുത്തർക്കും പണിയാൻ പറ്റത്തില്ല. ഞാനൊരു വെളിപ്പാടൂടെ പറയാം, നിന്റെ ചില തടസ്സങ്ങളെ ആർക്കും തിരിച്ച് പണിയാൻ പറ്റാത്ത രീതിയിൽ ദൈവം പൊളിക്കും.